നമ്മള് സിനിമാ പ്രേമികൾക്ക് നല്ലൊരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ അല്ലെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്ന ഒരു സിനിമ, ആ ഒരു സിനിമയുടെ റിലീസിന് വേണ്ടി കാത്തിരിക്കുകയാണ് ലോകം ഉള്ള എല്ലാ ജനങ്ങളും അല്ലെ, ആഗോളതല ഫുള്ള് എല്ലാ ജനങ്ങളും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആ ഒരു സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ ആ സിനിമ ഏതാണെന്ന് വെച്ചാല് നമ്മുടെ എമ്പുരാൻ അല്ലെ, എമ്പുരാന്റെ വരവ്. അതിനു വേണ്ടിയാണ് ലോകം മുഴുവൻ ജനങ്ങളും കാത്തിരിക്കുന്നത്, സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആ ഒരു സിനിമയുടെ ടീസർ. ഇന്നലെയാണ് നമ്മളെല്ലാവരും കണ്ടത്. ആ ഒരു ടീസർ ഇറങ്ങിയപ്പോൾ തന്നെ അതിന്റെ ഒരു വ്യൂവേഴ്സ് എന്ന് പറയുന്നത് മില്യൺ കണക്കിന് ആളുകളാണ് ആ ഒരു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കണ്ടത് അല്ലെ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് രാത്രി 1 മണിക്കായിരുന്നു റിലീസ് ചെയ്തത്. അത് അബദ്ധവശാൽ രാത്രി 1 മണിക്കായി പോയതാണ്. ആ ലീക്ക് ആയത് പോലും മില്യൺ അടിക്കുകയാണ്. അത്രയും വെയിറ്റിംഗിൽ ഇരിക്കുകയാണ് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട്. അതിനകത്തൊരു ക്യാപ്ഷൻ ഉണ്ടായിരുന്നു, രാത്രിയുടെ യാമങ്ങളിൽ സാത്താനെ ഉണർത്തിയത് നിങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് പൃഥ്വിരാജ് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര എന്താ പറയാ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് ആ ഒരു സിനിമയായിട്ട്. സാത്താന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ എന്നുള്ള ഒരു ക്യാപ്ഷനും കൂടി പറയാം. നമ്മളെല്ലാവരും ഇപ്പൊ 27-ാം തീയതി ഡേറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോ നമ്മൾ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 9 മണിക്ക് തിയേറ്ററുകളിലെ ഒരു അവസ്ഥ, അത് അത്രയും എന്താ പറയുക ഒരു ഭീകരമായ ഒരു അവസ്ഥ തന്നെയായിരുന്നു. അത് തികച്ചും എന്താണെന്ന് വെച്ചാൽ മലയാളികൾക്ക് അല്ലെങ്കിൽ മറ്റെല്ലാവർക്കും സിനിമയോടുള്ള ആ ഒരു ഇഷ്ടം, അല്ലെങ്കിൽ അവരെത്രമാത്രമാണ് സിനിമയെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി പറയാവുന്നതാണ്. അവിടെ ആ ഒരു തിയേറ്ററുകളിൽ, ഇപ്പോൾ തിയേറ്ററുകളിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും ടിക്കറ്റ് കിട്ടാത്തൊരവസ്ഥയുണ്ട് അല്ലെ. ബുക്ക് മൈ ഷോയിൽ തന്നെ ഇപ്പൊ ഫുള്ളായി എന്നാണ് പറയുന്നത്. ടിക്കറ്റ് കിട്ടാനില്ലാത്തൊരവസ്ഥ, ഷോ അതുവരെ സ്തംഭിച്ചു പോയൊരു അവസ്ഥ. അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ അത്രമാത്രമാണ് നമ്മളെല്ലാവരും സിനിമയെ സ്നേഹിക്കുന്നത് അല്ലെ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സിനിമയുടെ ഒരു ഫെബ്രുവരിയിലൊന്നും അധികം കളക്ഷൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം മുന്നേ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഇപ്പൊ ഈ ടിക്കറ്റുകൾ ലഭിക്കാനില്ല എന്നൊരു രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. അപ്പോ സംവിധായകരെല്ലാവരും തന്നെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു സമരത്തിന് വരെ അല്ലെ ഇറങ്ങുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു നമ്മളെല്ലാം കണ്ടിരുന്നത്. പക്ഷെ അതെല്ലാം അതിൽ നിന്നെല്ലാം മാറിയിട്ട് ഒരൊറ്റ സിനിമയാണ് ആ ഒരു പ്രശ്നങ്ങളെ എല്ലാം ഇല്ലാതാക്കുന്നത്. പിന്നെ തിയേറ്ററുകൾ അടച്ചിടുക എന്നുള്ളൊരു അങ്ങനെയുള്ള കുറെ വാർത്തകൾ നമ്മൾ കേട്ടതാണ്. പക്ഷെ അതൊന്നും ഈ നമ്മുടെ നാട്ടിൽ സാധ്യമല്ല എന്നുള്ളത് ഒരൊറ്റ ചിത്രം കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ്. ഈ എമ്പുരാൻ വരുന്നതിന് മുന്നേ തന്നെ ഒരുപാട് കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ ഒരു സമയത്ത്. അതായത് പ്രൊഡക്ഷൻ കമ്പനി മാറുന്നതായാലും അതിന്റെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് ഇവർ എത്തിയിരിക്കുന്നത്. അതും ഓരോ ദിവസവും അതിന്റെ ഓരോ പോസ്റ്ററിന് വേണ്ടി കാത്തിരിക്കുന്ന ജനങ്ങളില്ലേ. അതെ, പോസ്റ്ററിൽ ഒരാളിങ്ങനെ തിരിഞ്ഞിരിക്കുന്നത് ഡ്രസ്സിൽ മറ്റേ ഡ്രാഗന്റെ ആ ഒരു ഡ്രസ്സ് ധരിച്ചിട്ട്, അത് ആരാണെന്ന് അറിയാനുള്ള ഒരു കട്ട വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ഇപ്പൊ പലരും ഓരോരോ ഊഹങ്ങളുമായിട്ടാണ് വന്നേക്കുന്നത്. ഇനി ചിലപ്പോ ടോവിനെ ആയിരിക്കോ വില്ലൻ, അങ്ങനെ ഓരോരോ ഊഹങ്ങളുമായിട്ടൊക്കെ വരും. ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നമ്മുടെ മമ്മൂക്കയുടെ ഒരു വരവ് ഇതിനകത്ത് ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടോ എന്നുള്ളത് എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിലും വിക്കിപീഡിയയിലൊക്കെ ആണെങ്കിലും മമ്മൂക്കയുടെ ഒരു പേര് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് മമ്മൂക്കിക്ക് ഒരു റോൾ ഉണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ കൂടിയുണ്ട്. അങ്ങനെ അടിപൊളിയായിരിക്കും. കാരണം അത്ര ആ ടീച്ചർ കണ്ട ആ സമയത്ത് തന്നെ നമുക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫീലിംഗ്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര രോമാഞ്ചം ആ ഒരു ടീച്ചർ കണ്ടപ്പോ. അത്രമാത്രമായിരുന്നു ആ ഒരു ടീച്ചറിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. അതും അത്രയ്ക്കാണ് നമ്മളെല്ലാവരും ഒരു നമ്മൾ മലയാളികളാണെങ്കിലും മറ്റാരാണെങ്കിലും ഐമാക്സിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസും കൂടി അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് മിക്കവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന രീതിയിൽ പോകുന്നത്. ഓ, അതൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പൊ നമ്മളെല്ലാരും കാത്തിരിക്കുന്ന എമ്പുരാന് മാർച്ച് 27-നാണ് റിലീസ് ചെയ്യുന്നത്. 6 മണിക്കാണ്. ആരാധകരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ മാനിച്ചുകൊണ്ടാണ് ലാലേട്ടനാണ് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ പുലർച്ചെയുള്ള ഷോ ഉണ്ടാവില്ല എന്നുള്ളൊരു എന്താ പറയുക വിഷമകരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറ്റി അവരിങ്ങനെ ഒരു തീരുമാനം എടുത്ത് 6 മണിക്ക് ഫസ്റ്റ് ഷോ 6 മണിക്കായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ 6 മണിക്ക് ഷോ തുടങ്ങാൻ പോവുകയാണ്. നമ്മളിപ്പോ എമ്പുരാനാണെങ്കിലും ഇങ്ങനെ നമ്മളിങ്ങനെ ലൂസിഫർ ആണെങ്കിലൊക്കെ അല്ലേ, ആ ഒരു സിനിമയുടെ ആ ഒരു എന്താ പറയാ ഒരു കണക്ഷൻ ഉണ്ടല്ലോ. എന്തായിരിക്കും ഇനി അപ്പൊ നമ്മൾ അതിൽ തന്നെ പറഞ്ഞു നമ്മുടെ എന്തായാലും ഓരോ ഡയലോഗ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ലാലേട്ടന്റെ ഓരോ ആക്ഷൻസ് ആണെങ്കിലും ഒക്കെ അതെല്ലാവരും റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതുകൊണ്ട് തന്നെ ആവണം ഈ ലൂസിഫർ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു
അല്ല എമ്പുരാൻ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ലൂസിഫർ ഒന്ന് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആയിരുന്നു. അതെ അതെ. അപ്പൊ അത് കണ്ടിട്ട് വീണ്ടും പോകുമ്പോൾ നമുക്ക് ആ ഒരു എഫക്ട് കിട്ടുകയും കണക്ടിവിറ്റി കിട്ടുകയും ചെയ്യും. പക്ഷെ അവരിൽ ആ ടീസർ ലീക്ക് ആയതും അങ്ങനെ ആ ഒരു പ്രശ്നത്തോട് കൂടിയായിരുന്നു. ഇന്നലെ അവർ ഉച്ചയോട് കൂടിയായിരുന്നു ടീസർ റിലീസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത്. കാരണം ഈ ഒരു എന്താ പറയാ ലൂസിഫറിന്റെ റിലീസും ഈ ടീസറിന്റെ റിലീസും ഒരേ സമയത്ത് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ആ ഒരു പ്ലാൻ ഒക്കെ മാറിയിട്ടാണ് എന്താ സോഷ്യൽ മീഡിയ മാനേജർക്ക് പറ്റിയ ചെറിയൊരു അബദ്ധം അതാണ് സംഭവിച്ചത്. അതിനകത്ത് ആ ഒരു എന്താ പൃഥ്വിരാജ് ആണെങ്കിലും ആ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് എന്താ ദേഷ്യപ്പെട്ടു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിരിക്കുന്നത്. പക്ഷെ വേറൊരു കാര്യം വെച്ചാൽ ആഗോള തലത്തിലാണ് ഇതൊരു റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്മുടെ രജനീകാന്ത് ആണെങ്കിലും മറ്റു എല്ലാ സെലിബ്രിറ്റീസ് ആണെങ്കിലും ഈ ഒരു ടീസർ കണ്ടതിന് ശേഷം അഭിനന്ദന പ്രവാഹമാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത്രമാത്രം ആളുകളാണ് ഇതിനെ കാത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നതാണ്. അതുപോലെ തന്നെ ഹോളിവുഡിൽ നിന്ന് വരെയുള്ള ആക്ടേഴ്സ് ഉണ്ട് നമ്മുടെ, അത്രയും വളർന്നു നമ്മുടെ സിനിമ ഇൻഡസ്ട്രി എന്നാണ് ശരിക്കും. ഒരുപാട് എന്താ പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതുമായിട്ട് സംബന്ധിച്ചാ തോന്നുന്നു നമ്മുടെ ലാലേട്ടൻ ശബരിമലയിൽ വരെ പോയൊരു അല്ലെ, അത് വളരെയധികം വാർത്തയായിട്ടുണ്ടായിരുന്നു. ശബരിമലയിൽ പോയിട്ട് നമ്മുടെ ഇച്ചാക്കയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് വഴിപാട് നടത്തുന്നത് കഴിക്കുന്നു. ഇതിനു മുമ്പ് നമ്മുടെ ലാലേട്ടൻ ശബരിമലയിൽ പോയിരുന്നത് പുലിമുരുകന്റെ ആ ഒരു സിനിമയുടെ എന്താ റിലീസ് അനുബന്ധിച്ചായിരുന്നു പോയിട്ട് ചെയ്തു. അപ്പോ അതുമായിട്ട് റിലേറ്റ് ചെയ്തപ്പോ നമ്മുടെ എമ്പുരാൻ ഇറങ്ങാൻ പോവുകയാണ്. ആ ഒരു സീനും എന്താ പറയാ അതിനകത്തുള്ള ഓരോ കഥാപാത്രങ്ങളെയും നമ്മുടെ പൃഥ്വിരാജ് എന്നുള്ള ഒരൊറ്റ ആള് എന്താ പറയാ ആ ഒരൊറ്റ ആളോടുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് അല്ലെ ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനെ മാറ്റി വെച്ച് നമ്മളിപ്പോ എല്ലാവരും പൃഥ്വിരാജിലേക്കാണ് ഒരു സംവിധായകൻ എന്ന രീതിയിൽ ശരിക്കും ഒരു നമുക്ക് എല്ലാവർക്കും കണ്ടുപിടിക്കാവുന്ന ഒരാളാണ്. നമ്മളൊക്കെ മുന്നേ ആളെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലായാലും. എന്താണ് ഇവൻ മലയാളിയൊന്നും അല്ല, പിന്നെ എന്താണ് ഇംഗ്ലീഷ് ഇങ്ങനെ പറയുന്നത്, അങ്ങനെയൊക്കെ കളിയാക്കലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആളൊരു ഇലുമിനാറ്റി ആണെന്ന രീതിയിലും നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഡയറക്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ പക്കാണ്, അടിപൊളിയാണ്. അപ്പം എമ്പുരാൻ എന്താ നമ്മൾ ലൂസിഫർ ചെയ്തു വെച്ചിരിക്കുന്നത് എങ്ങനെയാ നമ്മൾ കണ്ടു. അപ്പൊ ലൂസിഫർ അതുക്കും മേലെ ലൂസിഫറിലാണെങ്കിലും ഒരുപാട് നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഇത് എങ്ങനെയാണ്, ഇത് എവിടെയാണ് അവസാനിക്കുന്നത് നമ്മളെല്ലാരും പിന്നെയാണ് അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട്. ഇനിയിപ്പോ എമ്പുരാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു തേർഡ് പാർട്ടും കൂടി ഉണ്ടെന്നല്ലേ. അപ്പൊ ഇതിനകത്തുള്ള ട്വിസ്റ്റുകൾ ഇനി എന്തൊക്കെയാണ്? അതായത് കേരളത്തിന്റെ രാഷ്ട്രീയവും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മൂവി ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഭയങ്കര ഫൈറ്റും സീനുകളെല്ലാം. അപ്പൊ നമ്മളേക്ക് ഭയങ്കര കോരിത്തെരിപ്പിക്കാൻ, അല്ലെങ്കിൽ മലയാളികളെന്ന് മാത്രം പറയാൻ പറ്റില്ല, ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് കയ്യിലെടുത്തൊരു സിനിമയാണ്. ഇനി എന്തായിരിക്കും ഇനി ആ ഒരു റിലീസിന്റെ ദിവസം ഒരിക്കലും ആർക്കും ഇനിയിപ്പോ ഫസ്റ്റ് ഡേന് സിനിമ കാണാൻ പറ്റില്ല എന്നുള്ള രീതിക്കുള്ള വാർത്തകളാണ് വരുന്നത്. കാരണം ടിക്കറ്റ് കിട്ടാനില്ല. ഇപ്പൊ തന്നെ പോകുന്നെങ്കിൽ തന്നെ ആദ്യമേ ബുക്ക് ചെയ്തിട്ട് പോകണം. പക്ഷെ ബുക്ക് ചെയ്യുന്നത് തന്നെ നമ്മുടെ നമ്മുടെ ബുക്ക് മൈ ഷോ എന്ന് പറയുന്നത് നിലച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ടിക്കറ്റ് കിട്ടാൻ വളരെ പ്രയാസകരമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് കാണാതിരിക്കാനും പറ്റില്ല, നിർത്തിയില്ല. നമുക്ക് പോകാൻ പറ്റുമെന്നുണ്ടോ അറിയില്ല. എന്തായാലും എല്ലാവരും നമ്മുടെ എമ്പുരാൻ റിലീസ് ചെയ്യുന്ന അന്ന് തന്നെ കാണാൻ ശ്രമിക്കുക എന്നല്ല, ടിക്കറ്റ് കിട്ടില്ല. പക്ഷെ എന്തായാലും നമ്മൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ അത് കാണണല്ലേ, അല്ലെങ്കിൽ നമുക്ക് അതൊരു എല്ലാവർക്കും മിസ്സാവുന്നൊരു ഇതായിരിക്കും, ഷോ ആയിരിക്കും. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച അതിനേക്കാൾ ഉപരിയായിരിക്കും അതിന്റെ വിജയം എന്ന് നമുക്ക് മനസ്സിലാക്കാം.